പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ഏപ്രിൽ 26 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ്. ഏപ്രിൽ 26 ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരളത്തിന്. ഇന്ന് ഇലക്ഷനാണ്. 20 സീറ്റിലേക്കുള്ള ഇലക്ഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 18ാമത്തെ ലോക്സഭയിലേക്ക് വേണ്ടിയുള്ള പല ഘട്ടങ്ങളിൽ നടക്കുന്ന ഇലക്ഷനിലെ ഇന്നത്തെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ് ഇന്ന് കേരളം ഒരുങ്ങുന്നത്. ഇതിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ 82 മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷൻ ആണ്. 1.6 ലക്ഷം പോളിംഗ് സ്റ്റേഷനിലായിട്ട് 15.88 കോടി വോട്ടർമാരാണ് ഇന്നത്തെ ഈ ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. 1202 സ്ഥാനാർത്ഥികളാണ് 88 സീറ്റിന് വേണ്ടിയുള്ള ഇന്നത്തെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ഇലക്ഷനിൽ. 1202 സ്ഥാനാർത്ഥികൾ. ഇതിൽ 1098 പുരുഷന്മാരും 102 വനിതകളും ഒപ്പം 2 ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇന്നത്തെ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ഇതിൽ കേരളത്തിലേക്കുള്ള 20 സീറ്റും കർണാടകയിലെ 28 സീറ്റിൽ 14 സീറ്റും രാജസ്ഥാനിലെ 13 സീറ്റിലേക്കും മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും 8 സീറ്റിലേക്ക് വേണ്ടിയും മധ്യപ്രദേശിലെ 6 സീറ്റും ആസാം ബീഹാറിലാണെങ്കിൽ 5 സീറ്റും ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാളിലേക്കുള്ള 3 സീറ്റും കൂടാതെ മണിപ്പൂർ, ത്രിപുര, ജമ്മു കാശ്മീരിലേക്കുള്ള ഓരോ സീറ്റിലേക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ ആണ്. അതായത് 88 സീറ്റിലേക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ ആണ്. അതായത് 13 സംസ്ഥാനങ്ങളിലുള്ള ഇലക്ഷൻ ആണ് ഇന്നത്തെ ഇലക്ഷൻ. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ആരെയാണ് നിയമിച്ചിട്ടുള്ളത്? ഉസൈൻ ബോൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്. ട്രാക്ക് ആൻഡ് ഫീൽഡിലെ ഇതിഹാസമായിട്ടുള്ള ഉസൈൻ ബോൾട്ട് അദ്ദേഹം ഒരു ക്രിക്കറ്റ് ഫാനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ വരാൻ പോകുന്ന T20 വേൾഡ് കപ്പ് മത്സരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. വരുന്ന ജൂൺ 1 മുതൽ ജൂൺ 29 വരെയാണ് വെസ്റ്റ് ഇൻഡീസിലും USA മെൻസ് T20 വേൾഡ് കപ്പ് 2024 നടക്കാൻ പോകുന്നത്. 3 ഒളിമ്പിക്സിലായിട്ട് ഷോർട്ട് റണ്ണിൽ 3 പ്രാവശ്യം ഗോൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ടാണ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് ICC മെൻസ് T20 വേൾഡ് കപ്പ് 2024. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റെ പാസ്പോർട്ടാണ്? UAE. ഇന്ന് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട്, അതായത് ഒരു പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്പോർട്ടിന് വരുന്ന തുക, ചിലവ്, അതാണ് ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ. ഇതിൽ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ 5 വർഷത്തേക്ക് ലഭിക്കുന്ന UAEയുടെ പാസ്പോർട്ട് ആണ്. കേവലം $17.70 മാത്രം മതി. 5 വർഷത്തേക്ക് 17.70. എന്നാൽ ഇന്ത്യയുടെ പാസ്പോർട്ട് ആണെങ്കിൽ 10 വർഷത്തേക്ക് $18.07 മാത്രം മതി. അതായത് ഏതാണ്ട് ഒരു 1500 രൂപ മാത്രമേ വരുന്നുള്ളൂ ഇന്ത്യൻ പാസ്പോർട്ടിന്. അതും 10 വർഷത്തേക്കാണ്. UAE ആണെങ്കിൽ 5 വർഷത്തേക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് പറയുമ്പോൾ അത് ഇന്ത്യയുടെ പാസ്പോർട്ട് ആണ്. കേവലം ഒരു വർഷം $1.81 മാത്രമേ ചെലവ് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വില കൂടിയ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റെയാണ്? മെക്സിക്കോ എന്ന രാജ്യത്തിന്റെ പാസ്പോർട്ട് ആണ് ഏറ്റവും വില കൂടിയ പാസ്പോർട്ട്. അതായത് $231.05 ആണ്. അതായത് ഏതാണ്ട് ഒരു 20,000 രൂപ വരും പാസ്പോർട്ട് 10 വർഷത്തേക്ക്. തൊട്ടുപിറകെ ഓസ്ട്രേലിയ ആണെങ്കിൽ $225.78 ആണ് വരുന്നത്. 2024 ലോക മലേറിയ ദിനത്തിന്റെ തീം എന്താണ്? ആക്സലറേറ്റ് ദി ഫൈറ്റ് അഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ ഇക്വിറ്റബിൾ വേൾഡ്. കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുക. ലോകത്ത് മലേറിയ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ആഫ്രിക്കൻ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മലേറിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ലോകത്തെ മലേറിയയുടെ കേസിൽ 50% വരുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ്. ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ മലേറിയ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം? ഇത് നൈജീരിയയാണ്. ഇന്ന് ആഗോളതലത്തിൽ മലേറിയയുടെ കേസിൽ 27% റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ ഉള്ളത് നൈജീരിയയാണ്. തൊട്ടുപിറകെ കോങ്കോ, അതിനുശേഷം വരുന്ന ഉഗാണ്ട എന്നിവയെല്ലാം രോഗം ബാധിച്ചിട്ടുള്ള പെൺ അനോഫലിസ് കൊതുകുകളുടെ കടിയിലൂടെയാണ് മനുഷ്യരിലേക്ക് മലേറിയ അസുഖം ഇത് പടർന്നു വരുന്നത്. പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ് മലേറിയ കാരണമാകുന്നത്. ഈ രോഗം പടർത്തുന്ന കൊതുകാണ് അനോഫോലിസ് മോസ്കിറ്റോസ്. 2007 മുതലാണ് വേൾഡ് മലേറിയ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വർഷം ഏപ്രിൽ 25 വേൾഡ് മലേറിയ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ചൈനയുടെ ഏത് ബഹിരാകാശ പേടകം 2024 ഏപ്രിൽ 25 അതിന്റെ പരിക്രമണ ബഹിരാകാശ നിലയത്തിലേക്ക് 3 അംഗ സംഘത്തെ ഉയർത്തി? ഷെൻസോ 18. ചൈനയുടെ ഒരു സ്പേസ് സ്റ്റേഷൻ ആണ് ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷനിലേക്ക് വേണ്ടിയാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 25 ചൈന സെൻഷോ 18 എന്ന
സ്പേസ് ക്രാഫ്റ്റിലൂടെ 3 പേരെ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ടിയാങ്കോ സ്പേസ് സ്റ്റേഷൻ ഇത് ഏതാണ്ട് 350 കിലോമീറ്റർ മുതൽ 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ ആണ്. ഇത് പൂർണ്ണമായിട്ടും ചൈന സ്പേസ് ഏജൻസി ആണ് ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്പേസ് സ്റ്റേഷനിലേക്കാണ് ചൈന ഇപ്പോൾ 3 പേരെ അയച്ചിട്ടുള്ളത്, 3 ക്രൂസിനെ അയച്ചിട്ടുള്ളത്. ഈ സ്പേസ് പേടകത്തിന്റെ പേരാണ് ഷെൻഷോ 18. ഈ കഴിഞ്ഞ ഏപ്രിൽ 25, അതായത് ഇന്നലെയാണ് ചൈന 3 അംഗങ്ങളെ ഇതിലേക്ക് അയച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ് ആണ് ലോങ് മാർച്ച് 2F റോക്കറ്റ്. ലോങ് മാർച്ച് 2F റോക്കറ്റ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് ചൈനയിലെ ഗോബി ഡെസേർട്ടിൽ നിന്നാണ്. എല്ലാ വർഷവും 2024 ഏപ്രിൽ 23 ഗോങ്ചോം ദിനം ആചരിക്കുന്ന സംസ്ഥാനം മണിപ്പൂർ. മണിപ്പൂരിലെ എല്ലാ വർഷം ഏപ്രിൽ 23 ആചരിക്കുന്ന ഒരു ദിനമാണ് ഗോങ്ചോം ഡേ. അതായത് 1891 ആംഗ്ലോ മണിപ്പൂരി വാർ, ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരിസ് പൊരുതിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഗോങ്ചോം ബാറ്റിൽ. നിരവധി ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഈ യുദ്ധം, ഇതിൽ മണിപ്പൂർ എന്ന കൊച്ചു രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയെങ്കിലും അവർക്ക് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മണിപ്പൂർ സൈന്യം ഒടുവിൽ ഗോങ്ചോം എന്ന ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. 1891 നടന്നിട്ടുള്ള ആംഗ്ലോ മണിപ്പൂർ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഗോങ്ചോം ദിനം ആയിട്ട് ആചരിക്കുന്നത് ഇത് മണിപ്പൂരിലാണ്. എല്ലാ വർഷം ഏപ്രിൽ 23 പ്രബോവോ സുബിയാന്തോ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായി? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് പ്രബോവോ സുബിയാന്തോ. റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്നറിയപ്പെടുന്ന ഇന്തോനേഷ്യ ഇത് തെക്കുകിഴക്കൻ ഏഷ്യയിലും ഓഷ്യനിലുമായിട്ടുള്ള ഒരു രാജ്യമാണ്. 17,000 ദ്വീപ് സമൂഹങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ഇതിന്റെ തലസ്ഥാനമാണ് ജക്കാർത്ത. ഔദ്യോഗിക ഭാഷ ഇന്തോനേഷ്യൻ. ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ജോക്കോ വിഡോഡോ. ഇദ്ദേഹത്തിന് പകരമായിട്ട് വരാൻ പോകുന്ന പ്രസിഡന്റ് ആണ് പ്രബോവോ സുബിയാന്തോ. 2024 അമ്പെയ്ത്ത് ലോകകപ്പ് എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ഷാങ്ഹായ്, ചൈന. 2024 വേൾഡ് ആർച്ചറി വേൾഡ് കപ്പ് നടക്കുന്നത് ചൈനയിലെ ഷാങ്ഹായിലാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 23 ഷാങ്ഹായിൽ ഈ വർഷത്തെ ആർച്ചറി വേൾഡ് കപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ ജ്യോതി സുരേഖ വെണ്ണം സ്റ്റേജ് 1 2ാം സ്ഥാനത്തെത്തി. മറ്റു പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളാണ് പർണിത് കൗർ, അവനിത് കൗർ, അദിതി സ്വാമി എന്നിവരെല്ലാം. ചൈനയിലെ ഷാങ്ഹായിലാണ് വേൾഡ് കപ്പ് ആർച്ചറി, അതായത് ലോക അമ്പെയ്ത്ത് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏപ്രിൽ 25 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? ഇതിന്റെ ഉത്തരം 1975. 1975 ഏപ്രിൽ 19 ഇന്ത്യ ആദ്യത്തെ സാറ്റലൈറ്റ് ആര്യഭട്ട വിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ഒരു വിക്ഷേപണം നടന്നിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ വെച്ചാണ്. കോസ്മോസ് 3M ലോഞ്ച് വെഹിക്കിൾ നിന്നാണ് ആര്യഭട്ട എന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഏപ്രിൽ 26 ഇന്ത്യയിലുടനീളം എത്ര മണ്ഡലങ്ങളിലേക്കാണ് 2ാം ഘട്ട പോളിംഗ് നടക്കുന്നത്? 88 മണ്ഡലങ്ങൾ. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്? ഉസൈൻ ബോൾട്ട്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റെ പാസ്പോർട്ടാണ്? UAE. 2024 ലോക മലേറിയ ദിനത്തിന്റെ തീം എന്താണ്? കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുക, അതായത് ആക്സലറേറ്റ് ദി ഫൈറ്റ് അഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ്. ചൈനയുടെ ഏത് ബഹിരാകാശ പേടകം 2024 ഏപ്രിൽ 25 അതിന്റെ പരിക്രമണ ബഹിരാകാശ നിലയത്തിലേക്ക് 3-അംഗ സംഘത്തെ ഉയർത്തി? ഷെൻസോ 18. എല്ലാ വർഷവും 2024 ഏപ്രിൽ 23 ഗോങ്ചോം ദിനം ആചരിക്കുന്ന സംസ്ഥാനം മണിപ്പൂർ. പ്രബോവോ സുബിയാന്തോ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായി? ഇന്തോനേഷ്യ. 2024 അമ്പെയ്ത്ത് ലോകകപ്പ് എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ഷാങ്ഹായ്, ചൈന. ഇന്ന് ഏപ്രിൽ 26 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വേൾഡ് റെഡ് ക്രോസ് ഡേ ഈസ് ഓൺ വിച്ച് ഡേറ്റ്? ലോക റെഡ് ക്രോസ് ദിനം ഏത് തീയതിയിലാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ. അതിനുവേണ്ടി ശ്രമിക്കൂ. നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും.
അതിനുവേണ്ടി ഓരോ ദിവസം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.